ആദ്യമായിട്ട് ശ്രീ ഗോകുമാർ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ. ബൂത്ത് ലെവൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളല്ല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന മര്യാദകേടിനോട് നിങ്ങൾ സ്തുതി പാടുന്നതിന് തുല്യമാണ്. ഏത് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഇലക്ട്രൽ റോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ശ്രീ ഗോകുമാർ സാർ അങ്ങ് സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ഞാനത് പറയട്ടെ. രണ്ടാമത്തെ കാര്യം, മാധു ചോദിച്ച കാര്യം ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോരാം. കോൺഗ്രസ് സംഘടന വലിയ ദൗർബല്യം ഉണ്ടെന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ. ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള പ്രശ്നമല്ല. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധു സജി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രയായി വന്നാൽ മാധുവിന്റെ കയ്യിൽ നിന്ന് കെട്ടിവെക്കാനുള്ള പണം മേടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിന് നിശ്ചിത വോട്ട് കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കെട്ടിവെച്ച കാശ് പോകുമല്ലോ. മാധു സജി എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയില്ലേ? അവർക്ക് നീതിയുക്തമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയില്ലേ? ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള വിഷയമാണോ? കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയോ, കോൺഗ്രസ് ജയിച്ചോ, കോൺഗ്രസ് പരാജയപ്പെട്ടോ എന്നാണ് ഇവിടുത്തെ വിഷയം. അതല്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ഇതിനകത്തെ വിഷയം. നോക്കൂ മാധു, നമ്മൾ എപ്പോഴാണ് സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു ഡീപ് സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പരാജയമാണെന്ന് ഇരിക്കട്ടെ എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങനെ ഇരുന്നാൽ മതിയോ നിങ്ങൾക്ക് എന്നൊരു ചോദ്യം സ്വാഭാവികമായി അവിടെ ഉണ്ടാകും. ഈ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഈ മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ മറ്റൊരു വിഷയമാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ശ്രീ രാജു പിന്നാർ നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ നോക്കുകുത്തി ആയിരിക്കാനാണ് പ്രത്യക്ഷമുള്ളത് എന്നതൊരു ചോദ്യമാണ്. നിങ്ങളുടെ സംഘടനാ സംവിധാനം പരാജയമാണെന്ന് ഞാൻ പറയാം. അങ്ങ് അങ്ങനെ പറയാമോ? അങ്ങനെ ഇരുന്നാ മതിയോ പ്രതിപക്ഷ ബെഞ്ചിൽ? മാധു ആ പറഞ്ഞത് ഞാൻ ഒറ്റ മറുപടി പറയാം. ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിവസം പ്രഖ്യാപിച്ച കണക്കും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിൽ 5 കോടി വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ADR ഉൾപ്പെടെ, വോയിസ് ഫോർ ഡെമോക്രസി ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. 5 കോടി വോട്ടർമാരുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ മുതലുള്ള സ്ഥലത്തെല്ലാം 10 മുതൽ 12% അതാണ് പറഞ്ഞു വരുന്നത്. മാധു ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങ് കേൾക്കൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉത്തർപ്രദേശിൽ 0.25% വ്യത്യാസം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചത് 3,90,000 വോട്ടിനാ. നരേന്ദ്രമോദി ജയിച്ചു എന്ന് പറയപ്പെടുന്നത് 1,42,000 വോട്ടിനാ. ഇത് രണ്ടും ഒരു സംവിധാനമാണ്. മാധു ഞാൻ മറുപടി പറയുന്നില്ല. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ അനുവദിക്കണം. അതല്ലാതെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ച് സംസാരിക്കാനല്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത്? സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിയെ അതിന്റെ തീരുമാനിക്കുന്ന പാനലിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഗവൺമെന്റിന്റെ 2 പ്രതിനിധികളും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചത് ഈ ഡീപ് സ്റ്റേറ്റ് അല്ലേ? അവിടെയല്ലേ നിങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു? ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്ത് മുഴുവൻ നടന്നു വർഗീയ വിദ്വേഷം അറിഞ്ഞപ്പോ ഒരൊറ്റ നോട്ടീസ് പോലും അയക്കാൻ കെൽപ്പില്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ? അതല്ലേ ഡീപ് സ്റ്റേറ്റ്? ആ ഡീപ് സ്റ്റേറ്റിന്റെ കീഴിൽ നടക്കുന്ന അട്ടിമറി ഞങ്ങൾ പറഞ്ഞത് രാജ്യത്ത് മുഴുവൻ നടക്കുന്നു. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു പാർലമെന്റ് എടുത്ത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിക്കുകയാണ്. ഇതുപോലെ ഇന്ത്യയിലെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ചാൽ ഈ ക്രമക്കേടിന്റെ ആഴം മനസ്സിലാവും. അതിനെന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത്? നിങ്ങൾ ഇതിന്റെ ഡാറ്റ ഡിജിറ്റൽ രൂപത്തിൽ തരൂ. എന്താ ഡാറ്റ ഡിജിറ്റൽ രൂപത്തിൽ തരാൻ പ്രയാസം? എന്തുകൊണ്ട് വന്നുകൂടാ? ആ ഡാറ്റ ഡിജിറ്റൽ രൂപത്തിൽ തന്നാൽ ഇവർ പിടിക്കപ്പെടുമെന്ന് അറിയാം. കള്ളന്മാർ പിടിക്കപ്പെടും എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ കള്ളൻ തലയിൽ പപ്പ് നോക്കി. പക്ഷേ ഈ സമയത്തെല്ലാം നിയമം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, സുപ്രീം കോടതി എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ടല്ലോ. ഡിജിറ്റലായി ചോദിച്ചു, കിട്ടിയില്ല, ശരിയാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കപ്പെടും. പക്ഷെ കോടതിയെ സമീപിക്കാമല്ലോ.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചു. സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും എല്ലാം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം പറയുന്ന ഇതിൽ നിങ്ങൾ സത്യവാങ്മൂലം കൊടുക്കുന്നത് പറയുന്നത് എന്തിനെന്നറിയാമോ? ഇത് കേവലം ബാംഗ്ലൂർ സെൻട്രൽ ഒരു വിഷയമാക്കി മാറ്റി നിയമവ്യവഹാരത്തിലേക്ക് വിട്ട് ആ നിയമവ്യവഹാരത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു, നാളെ വരുമ്പോൾ BJP-യുടെ മറുപടി എന്താ? നിങ്ങൾ കോടതിയിൽ പോയിരിക്കല്ലേ, ഇനി കോടതി തീരുമാനിക്കേണ്ട സബ് ജുഡീസ് അല്ലേ? അല്ല, ഇത് ഒരു ഡീപ് സ്റ്റേറ്റ് രാജ്യത്തെ തീരുമാനത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഇത് രാഷ്ട്രീയ വിഷയമാണ്. ഈ രാഷ്ട്രീയ വിഷയം കേരളത്തിലെ തെരുവുകൾ പ്രക്ഷോഭങ്ങളുടെ തീയായി മാറണം. ഈ പറയുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പറഞ്ഞത് അത് സത്യവാങ്മൂലം എന്ന നിലയ്ക്ക് തന്നെ എടുക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നിയമവ്യവസ്ഥയെ സമീപിക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. രാഷ്ട്രീയമായി അക്കൗണ്ടബിൾ ആക്കുക. ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയമായി അക്കൗണ്ടബിൾ ആക്കിക്കൊണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ തെരുവിലിറക്കുക. എക്സ്പയർഡ് ആയ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് പോയാൽ കൃത്യമായ വിവരങ്ങളില്ല എന്ന് പറയാൻ കഴിയും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ